എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ ഖുർആൻ്റെ അർത്ഥം പഠിക്കണ ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. ഞാനിങ്ങനെ അവളോട് നിരുത്സാഹപ്പെടുത്തു, ജന്മനക്കണ്ട, ഏതെങ്കിലും അർത്ഥം അത്യാവശ്യം എനിക്ക് ജിന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഇജ് നാശാവും, എന്താ അങ്ങനെ ഖുർആൻ്റെ അർത്ഥം പഠിച്ചാൽ? ഖുർആൻ്റെ അർത്ഥമല്ല ഇജ് പഠിക്കണത് പഠിപ്പിക്കുന്നവൻ്റെ താല്പര്യമാണ്. ഈ മറൻ്റെ അപ്പുറത്തിൻ്റെ ഭാര്യ ഇരിക്കുന്നുണ്ട്, ഞാൻ ഓൾ എപ്പോൾ പറഞ്ഞാലും പറയും ഇജ പഠിക്കണ്ട, അല്ല നല്ലതല്ലേ, നല്ലതാണെങ്കിലും നല്ലതല്ല. എന്തുകൊണ്ട്? ഖുർആൻ്റെ അർത്ഥമല്ലേ ചോദിക്കണത്. ഇജ് പഠിക്കണത് ഒരു മൗലവിയുടെയോ ഒരു മൗലവിച്ചിയുടെയോ താല്പര്യമാണ്. പഠിക്കരുത്, ഒരു താല്പര്യം ചോദിക്കണത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആലിമിനെ നിനക്ക് കിട്ടണം, അത് കിട്ടണില്ല, അതുകൊണ്ട് ഇജ പഠിക്കണ്ട. നിങ്ങൾ ട്രോളിക്കോളി, ഞാൻ 1000 കുതിരശക്തി പറയും, നിങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് ഖുർആൻ്റെ അർത്ഥം പഠിക്കരുത്. നിങ്ങൾ പഠിക്കുന്നത് ഖുർആൻ്റെ അർത്ഥമല്ല, ആ മൗലവിയുടെയോ മൗലവിച്ചിയുടെയോ താല്പര്യമാണ്. അവർ നിങ്ങളെ ഈമാനാണ് കളഞ്ഞിട്ട് നിൽക്കുള്ളൂ. അവരൊക്കെ വഹാബികളാണ്.